ഹലോ അനിമേ ലവേഴ്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കൈജു നമ്പർ 8 സീസൺ 1 ഒന്നാമത്തെ എപ്പിസോഡാണ്. സോ ഈ അനിമയെ പറ്റി പറയാനാണെങ്കിൽ നല്ലൊരു അനിമയാണ്. ഫസ്റ്റ് സീസണിൽ മുഴുവൻ 12 എപ്പിസോഡാണുള്ളത്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം പോയി കാണാൻ ശ്രമിക്കുക. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നും കറക്റ്റ് ആൻസർ പറയുന്നവരിൽ നിന്നും 6 പേരെ തെരഞ്ഞെടുത്ത് മെൻഷൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ആളാണ് നാറ്റ്സുയ ഒഫീഷ്യൽ, രണ്ടാമത്തത് സൂര്യകൃഷ്ണ, മൂന്നാമത്തത് ഹൈഫ എക്സ്, നാലാമത്തത് മുനീറ ഷെഫീഖ്, അഞ്ചാമത്തത് അതുൽ, ആറാമത്തത് ലോഡ് എഡിറ്റ്സ്. സോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി. അതുപോലെ നമ്മുടെ ബാക്കിയുള്ള സബ്സ്ക്രൈബേഴ്സും വിഷമിക്കേണ്ട. ഈ വീഡിയോയുടെ അവസാനം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൽ കറക്റ്റ് ആൻസർ പറയുന്നവരിൽ നിന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നും 6 പേരെ തെരഞ്ഞെടുത്ത് അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ഈ അനിമ എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റിനനുസരിച്ചായിരിക്കും അടുത്ത എപ്പിസോഡ് വരുന്നത്. അതുകൊണ്ട് അനിമയെ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു, ഇല്ലെങ്കിൽ ഇല്ല എന്ന് കമന്റ് ചെയ്യാം. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷർ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഒരു വലിയ സിറ്റിയാണ് കാണിക്കുന്നത്. അവിടെയുള്ള ജനങ്ങൾ എന്നത്തെയും പോലെ സാധാരണയായിട്ട് അവരുടെ ജോലിക്ക് പോകുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് സിറ്റിയിലേക്ക് ഒരു കൈജു വന്നു. കൈജു വന്നപ്പോഴേക്കും സിറ്റിയിലുള്ള എമർജൻസി അലാറങ്ങളെല്ലാം ആക്ടിവേറ്റ് ആയി. എന്നിട്ട് അവിടെയുള്ള ജനങ്ങളോട് പുതിയൊരു കൈജു വന്നിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാ ജനങ്ങളും സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറണം. അത് കേട്ടിട്ട് എല്ലാ ജനങ്ങളും സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഓടി പോകുന്നുണ്ട്. അതുപോലെ വേറെ സിറ്റിയിലുള്ള ജനങ്ങൾ ഈ കൈജു വരുന്നതിന്റെ ന്യൂസ് ഒക്കെ കാണുന്നുണ്ട്. ആ ന്യൂസിൽ കൈജുവിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പറയും. കൈജു ഇപ്പോൾ യറ്റോബാഷിയിൽ നിന്ന് യമഷിത ചോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ നീളം 60 മീറ്റർ. അത് കാരണം ഉണ്ടാവുന്ന ആപത്ത് ഏകദേശം 3.5. ഇപ്പൊ കൈജുവിനെ കൊല്ലാൻ വേണ്ടി അവിടേക്ക് ഒരുപാട് ഹെലികോപ്റ്ററും ഒരുപാട് ഫോഴ്സും വരുന്നുണ്ട്. അവിടെ നിന്ന് 3 കിലോമീറ്റർ ദൂരത്ത് ഒരു ജനങ്ങളും ഇല്ല എന്ന് അവർ ഉറപ്പുവരുത്തി. അതുകൊണ്ട് അവിടേക്ക് വന്ന ഹെലികോപ്റ്റർ കൈജുവിന് നേരെ ഷൂട്ട് ചെയ്തു. ഇതൊക്കെ ലൈവായി ഫോണിലൂടെ വേറെ സ്ഥലങ്ങളിലുള്ള ആൾക്കാര് എന്തോ സിനിമ കാണുന്നത് പോലെ സന്തോഷത്തോടെയാണ് കാണുന്നത്. എന്നിട്ട് അവര് പറയും, ഇവിടേക്ക് ഇപ്പൊ ഏത് ഡിവിഷനാണ് വരാൻ പോകുന്നതെന്ന് നിനക്കറിയോ? ഇത് യോക്കോഹാമയല്ലേ, അതുകൊണ്ട് 3rd ഡിവിഷൻ ആയിരിക്കും എന്നിങ്ങനെ ഇവര് പറയുമ്പോ കൈജുവിനെ കൊല്ലാൻ വേണ്ടി ഹെലികോപ്റ്ററിൽ അവിടേക്ക് 3rd ഡിവിഷൻ എത്തി. എന്നിട്ട് അവര് താഴേക്ക് ഇറങ്ങി കൈജുവിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് 3rd ഡിവിഷന്റെ ക്യാപ്റ്റൻ അവളുടെ തോക്കെടുത്ത് കൈജുവിനെ ഷൂട്ട് ചെയ്തു. ഒരൊറ്റ ഷൂട്ടിൽ കൈജുവിന്റെ നെഞ്ച് തുളഞ്ഞ് അത് അവിടെ വെച്ച് പൊട്ടിത്തെറിച്ചില്ലാതായി. അതിനുശേഷം ഈ പൊട്ടിത്തെറിച്ച് വൃത്തിയേടായ കൈജുവിന്റെ പാർട്സ് ക്ലീൻ ചെയ്യാൻ അവിടേക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് വരുന്നു. അതിലാണ് നമ്മുടെ ഹീറോ ഉള്ളത്. പേര് കാഫ്ക. കാഫ്ക ഇപ്പോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊട്ടിത്തെറിച്ച കൈജുവിന്റെ പാർട്സ് ഒക്കെ നോക്കിയിട്ട് പറയും, എല്ലാ സ്ഥലവും വൃത്തികേടായിട്ടുണ്ട്, ഇത് മുഴുവൻ വൃത്തിയാക്കാൻ ഇനി കുറെ സമയം വർക്ക് ചെയ്യേണ്ടി വരും. ശേഷം അവരെല്ലാവരും വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങി. ഇപ്പൊ നഗരത്തിലുള്ള ജനങ്ങളുടെയും മീഡിയസിന്റെയും ഇടയിലൂടെ 3rd ഡിവിഷൻ നടന്നു പോകുമ്പോൾ അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങൾ അവരെ കൈയടിച്ച് സ്വാഗതം ചെയ്യുന്നതിന്റെ കൂടെ അവരെ കൈജുവിൽ നിന്ന് സഹായിച്ചതിന് നന്ദിയും പറയും. ഇതേ സമയം അവിടേക്ക് കാഫ്ക നടന്നു വരുന്നുണ്ട്. ഇപ്പൊ അവന്റെ അടുത്തുണ്ടായിരുന്ന 2 ആൾക്കാര്, നോക്ക് അത് 3rd ഡിവിഷൻ കമാൻഡർ മീന ആഷിരയാണ് എന്ന് പറഞ്ഞ് എക്സൈറ്റഡ് ആയിട്ട് അവിടേക്ക് ഓടിപ്പോകുന്നു. അത് കാണുന്ന കാഫ്കയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. അവൻ അവന്റെ ജോലിക്ക് പോയി. അങ്ങനെ കാഫ്കയും അവന്റെ ടീമും ക്ലീനിങ്ങിന്റെ ജോലി തുടങ്ങി. ഇപ്പൊ ക്ലീനിങ് ചെയ്യുന്ന കാഫ്ക പറയും, എല്ലാ യുദ്ധവും തീർന്നതിന് ശേഷം അവസാനമാണ് ഞങ്ങളുടെ യുദ്ധം ആരംഭിക്കുന്നത്. ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാനോ കൈയടിക്കാനോ ആരും ഉണ്ടാവില്ല. എന്തിനേറെ പറയണം, ചെയ്ത ജോലിക്ക് ഒരു നന്ദി പോലും ആരും പറയാറില്ല. എന്നിരുന്നാലും ഇത് ഞങ്ങൾ അത്ര കാര്യമായിട്ട് എടുക്കില്ല, കാരണം കൈജുവിനെതിരെയുള്ള ഒരു യുദ്ധമാണിത് എന്നിങ്ങനെയൊക്കെ ചിന്തിച്ച് ജോലി ചെയ്യുന്ന കാഫ്കയുടെ അടുത്തേക്ക് സാമ്പിൾ എടുക്കാൻ വേണ്ടി ഒരു ഡ്രോൺ വരും. അതിന് കാഫ്ക ശരി എന്ന് പറഞ്ഞ് അതിലേക്കൊരു സാമ്പിൾ വെക്കും. എന്നിട്ട് കാഫ്ക പറയും, ഈ ഒരു ഭാഗം എനിക്ക് മുറിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് തന്നിരിക്കുന്ന ഒരു ചെയിൻസോ എടുത്തുകൊണ്ട് പോവാ എന്നിങ്ങനെ കാഫ്ക പറയുമ്പോ താഴെ ജോലി ചെയ്യുന്ന ഒരാള് കൈജുവിന്റെ ഒരു അവയവം നിലത്ത് നിന്ന് പൊക്കിക്കൊണ്ടിരിക്കോ. അത് കണ്ട് പെട്ടെന്ന് കാഫ്ക, ഹേയ് അതിപ്പോ എടുക്കരുത് എന്ന് പറഞ്ഞ് തീരുമ്പോഴേക്കും ആ അവയവം അനങ്ങിയത് കൊണ്ട് പൊട്ടിത്തെറിക്കും. അങ്ങനെ ആ വർക്കറിന്റെ കാല് പൊള്ളി. അവിടേക്ക് ഓടി വന്ന കാഫ്ക, വേഗം സ്ട്രക്ചർ എടുക്ക്, നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്നും തോല് പോയിട്ടേ ഉള്ളൂ. ഇതുപോലെ ഒരുപാട് പ്രാവശ്യം നടന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇനി എന്തെടുക്കുമ്പോഴും അറിയുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. ആ 3rd ഡിവിഷൻ വന്നാൽ എപ്പോഴും ഇതുപോലെ വൃത്തികേടാക്കി വെച്ച് പോകും. ഇതിൽ ഏതൊക്കെ ഭാഗം ഏതൊക്കെ അവയവങ്ങളാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. അതിന്റെ കൂടെ ഈ ജോലി ഒരാഴ്ച കൊണ്ട് തീർക്കണമെന്ന് പോലും. ആ സമയം അവിടെയുള്ള ഒരാൾ കാഫ്കയോട് പറയും, കാഫ്ക നിനക്ക് പുതിയൊരു ജോലി വന്നിട്ടുണ്ട്, നീ വേഗം പോയി കുടല് ക്ലീൻ ചെയ്യ്. അത് കേൾക്കുന്ന കാഫ്ക പേടിച്ചു വിറയ്ക്കും. എന്നിട്ട് അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോൾ അയാൾ കാഫ്കയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. ഇത് കണ്ട് ബാക്കിയുള്ളവർ ചിരിക്കുമ്പോൾ അവരോട് അവിടെയുള്ള ഒരാൾ ചോദിക്കും, ഈ കുടലുള്ള ഭാഗം ക്ലീൻ ചെയ്യുന്നത് ഇത്രയ്ക്ക് മോശമുള്ള പരിപാടിയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ ചിരിക്കുന്ന ആൾ പറയും, ആദ്യം നീ കുടലിന്റെ അകത്ത് എന്താ
ഉണ്ടാവുക ആലോചിച്ച് നോക്ക്. എന്നിട്ട് പറ അത് മോശമായിട്ടുള്ള കാര്യമാണോ എന്ന്. ഇവിടെ ഇപ്പൊ കുടല് ക്ലീൻ ചെയ്യാനെത്തിയ കാഫ്ക മനസ്സില്ല മനസ്സോടെ അതിന്റെ വൃത്തികെട്ട മണം സഹിച്ച് ആ കുടല് ക്ലീൻ ചെയ്യും. ശേഷം ജോലിയെല്ലാം തീർത്ത് വീട്ടിലേക്ക് എത്തിയ കാഫ്ക ബെഡിലേക്ക് കയറി കിടന്നിട്ട് പറയും, ഞാൻ മടുത്തു, എനിക്കിനി ഇതിന്റെ മണം സഹിക്കാൻ വയ്യ എന്നിങ്ങനെ വളരെ സങ്കടത്തോടെ പറയുമ്പോ അവന്റെ ടിവിയിലെ ന്യൂസിൽ ഇന്ന് നടന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ന് യോക്കോഹാമയിൽ വന്ന കൈജുവിനെ വിജയകരമായി തോൽപ്പിച്ചു. അതിന് നന്ദി പറയേണ്ടത് 3rd ഡിവിഷനോടാണ്. അതുപോലെ 3rd ഡിവിഷനിലെ ലീഡർ മറ്റാരുമല്ല, ക്യാപ്റ്റൻ മീന ആഷിറോയാണ്. തന്റെ 27ാമത്തെ വയസ്സിൽ അവർ ഡിവിഷന്റെ ക്യാപ്റ്റനായി. അതിലുമുപരി 100ലേറെ കൈജുവിനെ അവർ കൊന്നിട്ടുണ്ട്. ഇത് കേൾക്കുന്ന കാഫ്കയ്ക്ക് അവന്റെ കുട്ടിക്കാലം ഓർമ്മ വരും. കരഞ്ഞുകൊണ്ടിരിക്കുന്ന മീനയോട് കാഫ്ക പറയും, നമ്മൾ രണ്ടുപേരും ചേർന്ന് ഈ നഗരത്തിലുള്ള എല്ലാ കൈജുവിനെയും ഇല്ലാതാക്കും. അതിന് മീനയും അതേന്ന് പറയും. ഇപ്പൊ പ്രസന്റില് ഇത് ആലോചിക്കുന്ന കാഫ്ക ഞാനിനി എങ്ങനെ ഇതിലേക്കൊക്കെ എത്തിച്ചേരും? പെട്ടെന്ന് കാഫ്ക ഏയ് ഇതിനെ പറ്റിയൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. ക്ലീനിങ് ചെയ്യുന്നതും പ്രധാനപ്പെട്ടൊരു ജോലിയാണ്. അതിലൂടെ ഞാൻ സമൂഹത്തെ സഹായിക്കുകയാണ്. ഇപ്പൊ എനിക്ക് ജീവിക്കാൻ നല്ലൊരു വീടുണ്ട്. വേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ തിന്നാനും ഉണ്ട്. ഇതെന്താ നല്ലതല്ലേ? അതിനുശേഷം രാവിലെ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഫ്ക എന്റെ തല നല്ലതുപോലെ വേദന എടുക്കുന്നുണ്ട്. ഇതിന് കാരണം ഇന്നലെ കണ്ട ന്യൂസ് ആണ് എന്ന് പറഞ്ഞ് കാഫ്ക നേരെ ഓഫീസിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോ അവന്റെ കൂടെ ജോലി ചെയ്യുന്ന ആള് പറയും, ഹേയ് കാഫ്ക, നീ ഇങ്ങോട്ട് വാ. നമ്മുടെ ഓഫീസിൽ പാർട്ട് ടൈം ആയി ജോലി ചെയ്യാൻ പുതിയതായിട്ടൊരു പയ്യൻ വന്നിട്ടുണ്ട്. ഇവന്റെ പേര് റെനോ ഇച്ചിക്കാവ. ഡിഫൻസ് ഫോഴ്സിൽ ജോലി ചെയ്യാനാണ് ഇവന്റെ ആഗ്രഹം. ഹേയ് ഇച്ചിക്കാവ, ഈ കാഫ്കയ്ക്ക് പണ്ട് നിന്റെ അതേ ആഗ്രഹമായിരുന്നു. പക്ഷെ പോകെ പോകെ അവൻ അവന്റെ ആഗ്രഹമൊക്കെ കളഞ്ഞ് ഇപ്പൊ ഇവിടെ ജോലി ചെയ്യുന്നു. ഇത് കേൾക്കുന്ന കാഫ്കയ്ക്ക് എന്തോ പോലെയായിട്ട്, ഹേയ് ടോക്കു, നീ എന്തിനാ ഈ പുതിയതായിട്ട് വന്ന പയ്യനെ ഇതൊക്കെ പറഞ്ഞ് കളിയാക്കുന്നേ? അപ്പൊ ഇച്ചിക്കാവ ചോദിക്കും, എന്തിനാ നിങ്ങളത് വിട്ടുകൊടുത്തേ? എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു. അതുപോലെ നിനക്കൊരു കാര്യം അറിയോ? നീ എത്ര നന്നായിട്ട് ചെയ്താലും അവിടെ നിന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് ചെയ്യുന്ന ഒരാളുണ്ടാവും. എനിക്ക് തോന്നിയത് എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി ദൂരത്തേക്ക് ഞാൻ പോയിട്ടുണ്ട്. പോകെ പോകെ നിനക്ക് പ്രായമാകും. അപ്പൊ നിനക്ക് അതെന്താന്ന് മനസ്സിലാവും. ഞാൻ വിട്ടുകൊടുക്കില്ല, ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. കാരണം ഞാൻ മരിക്കുന്ന ദിവസം ഞാൻ വിട്ടുകൊടുത്തു എന്ന് എനിക്ക് ആലോചിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇച്ചിക്കാവ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയി. അപ്പൊ ടോക്കു പറയും, എന്താ ഇപ്പൊ ഇവിടെ നടന്നേ? ഞാൻ വിചാരിച്ചു നിങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആവുമെന്ന്. അപ്പൊ കാഫ്ക അവന്റെ മനസ്സിൽ, അത് ശരിയായില്ല. ഞാനൊരു പരാജയമല്ല എന്ന് തെളിയിക്കാൻ ഒരു വാക്ക് പോലും എനിക്ക് പറയാൻ പറ്റിയില്ല. എന്താ വിട്ടുകൊടുക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണോ? അതിനുശേഷം എല്ലാവരും ജോലിക്ക് കയറി. അതില് ആരൊക്കെ ഏതൊക്കെ പാർട്സ് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇച്ചിക്കാവയ്ക്ക് കിട്ടിയത് കുടല് ക്ലീൻ ചെയ്യാനാണ്. അത് കേൾക്കുന്ന കാഫ്കയ്ക്ക് ഒരുപാട് സന്തോഷമായി. പക്ഷെ പെട്ടെന്ന് കാഫ്കയോടും കുടല് ക്ലീൻ ചെയ്യാൻ അവന്റെ കൂടെ പോവാൻ പറയും. അത് കേട്ട് ദേഷ്യം പിടിക്കുന്ന കാഫ്ക, ഞാൻ തന്നെ ഇത് ചെയ്യണോ? 2 ദിവസം ഞാൻ ഇത് തന്നെയാണ് ചെയ്തത്. കാഫ്ക പറയുന്നത് കേട്ട് ലീഡർ പറയും, അതിന് കാരണം കുടല് ക്ലീൻ ചെയ്യാൻ നീയാണ് ബെസ്റ്റ്. അത് കേട്ട് കാഫ്ക സങ്കടത്തോടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകും. അപ്പൊ ഇച്ചിക്കാവയുടെ മുന്നിൽ വെച്ച് ആ ലീഡർ പറയും, ഏതൊരു ജോലി കൊടുത്താലും അവനിങ്ങനെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരിക്കലും അവനത് ചെയ്യാതിരുന്നിട്ടില്ല. ഇവനെങ്ങാനും ആ ടെസ്റ്റ് പാസ്സായിരുന്നെങ്കിൽ അവൻ ഡിഫൻസ് ഫോഴ്സിൽ നല്ലതുപോലെ ജോലി ചെയ്തേനെ. അങ്ങനെ ക്ലീനിങ്ങിന് ശേഷം എല്ലാവരും ഭക്ഷണം തിന്നോണ്ടിരിക്കുമ്പോ ഇച്ചിക്കാവയ്ക്ക് ഒന്നും തിന്നാൻ കഴിയുന്നില്ല. അവന് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. അത് കാണുമ്പോ കാഫ്ക ചിരിക്കും. പക്ഷെ പെട്ടെന്ന് അവനും ഛർദ്ദിക്കാൻ വരും. അപ്പൊ കാഫ്ക ഇച്ചിക്കാവയുടെ ലഞ്ച് ബോക്സ് കണ്ടിട്ട് ചോദിക്കും, ഇച്ചിക്കാവ, നീ ലഞ്ച് ബോക്സിൽ ഇത്ര ഫുഡ് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ? അത് കേൾക്കുന്ന ഇച്ചിക്കാവ പറയും, എനിക്കിപ്പോ ഒന്നും തിന്നാൻ പോലും തോന്നുന്നില്ല. അത് കേട്ട് കാഫ്ക ഇച്ചിക്കാവയ്ക്ക് മൾട്ടി വിറ്റാമിന്റെ ഒരു ജ്യൂസ് പാക്കറ്റ് എറിഞ്ഞു കൊടുക്കും. എന്നാ നീ ഇത് കുടിക്ക്, നിന്റെ വയറിൽ എന്തെങ്കിലും ഒന്ന് വേണം, അല്ലെങ്കിൽ നിനക്ക് ഉച്ചയ്ക്ക് ശേഷം ഒന്നും ചെയ്യാൻ കഴിയില്ല. ഏയ് എനിക്കിതൊന്നും വേണ്ട, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇച്ചിക്കാവ് തിരിഞ്ഞു നോക്കുമ്പോ കാഫ്ക അവന്റെ മൂക്കിൽ വെക്കാൻ വേണ്ടി 2 ബഡ്സ് കൊടുക്കും. ഇന്നാ ഇതും കൂടി നിന്റെ മൂക്കിൽ വെച്ചോ, തീർച്ചയായിട്ടും നിനക്കത് ഉപകാരപ്പെടും. അത് കാണുന്ന ഇച്ചിക്കാവ് പറയും, നിങ്ങൾ എന്തിനാ ഇത് തരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ എനിക്കിതൊന്നും വേണ്ട. അത് കേട്ട് കാഫ്ക, നിന്നോടല്ലേടാ ഞാൻ പറഞ്ഞ ഇത് മൂക്കിൽ വെക്കാൻ, ഇത് നിന്റെ നല്ലതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് അവനെ പിടിച്ചു വെച്ച് അവന്റെ മൂക്കിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കും. അതിനുശേഷം എല്ലാവരും ജോലി ചെയ്യാൻ തുടങ്ങി. അവസാനം ജോലി ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് പോവും. ഇപ്പൊ അവിടെ നിന്ന് കാര്യങ്ങൾ ചെക്ക് ചെയ്തോണ്ടിരിക്കുന്ന കാഫ്ക അങ്ങനെ അവസാനം ഈ മണമുള്ള ഭാഗത്തിലെ ജോലി തീർന്നു എന്നിങ്ങനെ കാഫ്ക പറയുമ്പോ അവിടേക്ക് ഇച്ചിക്കാവ വരും. ഓ ഇച്ചിക്കാവ, എന്താ ലഞ്ച് ടൈമിൽ ഉണ്ടായ സംഭവത്തിന് നീ എന്നോട് പ്രതികാരത്തിന് വന്നതാണോ? അത് കേട്ട് ഇച്ചിക്കാവ പറയും, ഞാൻ നിങ്ങളോട് നന്ദി പറയാൻ വേണ്ടി വന്നതാ. എന്റെ ആദ്യത്തെ ദിവസം നിങ്ങൾ കാരണമാണ് നല്ലതായത്, അതുകൊണ്ട് നന്ദി. ഇത് പറയാൻ വേണ്ടിയേ ഞാൻ വന്നേ. ശരി, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ഇച്ചിക്കാവ തിരിഞ്ഞ് നടന്നു പോകാൻ നിൽക്കുമ്പോ അവൻ ഒരു കാര്യം കൂടെ പറയും. അതുപോലെ ഡിഫൻസ് ഫോഴ്സിൽ ചേരാനുള്ള ആപ്ലിക്കേഷനിലെ വയസ്സ് അവർ 32 ആക്കി ഉയർത്തി. കാരണം ഏറെക്കുറെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ അതിലിപ്പോ ഇല്ല. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്നൊക്കെ പറയാൻ എനിക്ക് അവകാശമില്ല. പക്ഷെ നിങ്ങളപ്പോ വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ മുഖത്തൊരു സങ്കടം ഉണ്ടായിരുന്നു. ശരിയാണ്, എനിക്കതിനെപ്പറ്റി ചിന്തിക്കേണ്ട യാതൊരു കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാതിരിക്കാം. ഗുഡ് നൈറ്റ് എന്നിങ്ങനെ പറഞ്ഞ് ഇച്ചിക്കാവ നടന്നു പോകുമ്പോ പുറകിൽ നിന്ന് കാഫ്ക വിളിക്കും, ഇച്ചിക്കാവ താങ്ക്സ്, ഞാൻ വിചാരിച്ചതിനേക്കാൾ നീ നല്ലവനാണ്. അതിന് ഇച്ചിക്കാവ അങ്ങനെയൊന്നും അല്ല എന്ന് പറയുമ്പോ പെട്ടെന്നൊരു കൈജു നിലത്ത് നിന്ന് പുറത്തേക്ക് ഇച്ചിക്കാവയെ തിന്നാൻ വേണ്ടി വരും.
കൈജു അവനെ വിഴുങ്ങാനായപ്പോഴേക്കും കാഫ്ക ഓടി വന്ന് അവനെ രക്ഷപ്പെടുത്തി. എന്നിട്ട് നിലത്ത് കിടക്കുന്ന ഇച്ചിക്കാവ കൈജുവിനെ നോക്കുമ്പോ അത് അവനെ വീണ്ടും അറ്റാക്ക് ചെയ്യും. പക്ഷെ അപ്പോഴും കാഫ്ക അവനെ ചവിട്ടി തള്ളിയിട്ട് അവിടുന്ന് രക്ഷിക്കും. ഇച്ചിക്കാവ ഓട്, ഇവിടെ നിന്ന് കഴിയുന്നതും ദൂരത്തേക്ക്, നീ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നാൽ സഹായത്തിന് ആൾക്കാരെ വിളിക്കണം. അത് കേൾക്കുന്ന ഇച്ചിക്കാവ പക്ഷെ നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല. അത് കേട്ട് കാഫ്ക പറയും, ഇനി നീ ഇവിടെ നിന്നാൽ നമ്മൾ രണ്ടുപേരും മരിച്ചു പോവും. നിനക്ക് ഡിഫൻസ് ഫോഴ്സിൽ ചേരണമെന്ന് ആഗ്രഹമില്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ നീ ഇവിടെ കിടന്ന് എന്തിനാ മരിക്കുന്നേ? അതുകൊണ്ട് ഇവിടെ നിന്ന് പോ. അത് കേട്ട് ഇച്ചിക്കാവ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഇപ്പൊ കാഫ്ക ആ കൈജുവിന്റെ ശ്രദ്ധ അവന്റെ നേർക്ക് ആക്കിയതിനു ശേഷം അവിടെ നിന്ന് ഓടും. കൂടെ തന്നെ കൈജു ഉണ്ട്. കാഫ്ക അങ്ങനെ ഓടി ഓടി ഒരു ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറി. ഇപ്പൊ പുറകെ വരുന്ന കൈജുവിന് അതിന്റെ അകത്തേക്ക് കയറാൻ കഴിയുന്നില്ല. ഇപ്പൊ കാഫ്ക ഓടിച്ചെന്ന് ആ ബിൽഡിങ്ങിന്റെ ചില്ല് പൊട്ടിച്ച് പുറത്തേക്ക് ചാടുമ്പോ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. മീന കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവളുടെ അടുത്തേക്ക് കാഫ്ക വന്നിട്ട് പറയും, എല്ലാം പോയി, എന്റെ വീട്, നിന്റെ വീട്, നമ്മുടെ സ്കൂൾ എല്ലാം നശിച്ചു പോയി. എടാ കൈജു, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. കുറച്ചു നേരം കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആ ഗെയിം ഫിനിഷ് ചെയ്തേനെ. അത് കേട്ട് ദേഷ്യം പിടിക്കുന്ന മീന ചോദിക്കും, നീ അതിനുവേണ്ടിയാണോ സങ്കടപ്പെടുന്നേ? ഞാൻ സങ്കടപ്പെടുന്നത് എന്റെ മീക്കോ മരിച്ചു പോയതുകൊണ്ടാണ്. അതിന് കാഫ്ക ചോദിക്കും, മീക്കോ എന്ന് പറയുന്നത് നിന്റെ ആ പൂച്ചയല്ലേ? ശേഷം അവർ രണ്ടുപേരും നശിച്ചു പോയ അവരുടെ സ്ഥലം നോക്കിയിട്ട് പറയും, ഞാൻ തീർച്ചയായിട്ടും ഡിഫൻസ് ഫോഴ്സിൽ ചേരും. അതിന് കാഫ്ക പറയും, അത് ശരി, എന്നാ നമുക്ക് നോക്കാം ആരാണ് ഏറ്റവും നല്ല ഡിഫൻസ് ഫോഴ്സ് ഓഫീസർ ആവാൻ പോകുന്നതെന്ന്. എന്നിട്ട് നമ്മൾ രണ്ടുപേരും ചേർന്ന് എല്ലാ കൈജുവിനെയും നശിപ്പിക്കും. ഇപ്പൊ കാഫ്ക കൈജുവിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു വരുമ്പോ, ഞാൻ ഇതുപോലെയല്ല ആവാൻ ഉദ്ദേശിച്ചത് എന്ന് കാഫ്ക പറയുന്ന സമയത്ത് കൈജു ആ ബിൽഡിംഗ് പൊളിച്ച് അവന്റെ പുറകെ തന്നെ വരും. പെട്ടെന്ന് കാഫ്ക നിലത്ത് നിന്ന് ഒരു കമ്പി എടുത്ത് അതിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. കൈജു, എനിക്ക് നിന്നെ പേടിയില്ല, അതുകൊണ്ട് അതിന്റെ കാലിൽ ലക്ഷ്യം വെക്കണം, അതിന്റെ കാല് എന്ന് പറഞ്ഞ് കാഫ്ക കൈജുവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോ കൈജു വന്ന് കാഫ്കയെ അടിച്ചു തെറിപ്പിക്കും. നിലത്ത് വീണ് കിടക്കുന്ന കാഫ്ക എണീറ്റ് ഓടാൻ ശ്രമിക്കും. പക്ഷെ അവന് കഴിയുന്നില്ല, കാരണം അവന്റെ കാല് പൊട്ടിയിട്ടുണ്ട്. അപ്പോഴാ കൈജു അവനെ തിന്നാൻ വേണ്ടി അടുത്തെത്തും. പക്ഷെ പെട്ടെന്ന് ഇച്ചിക്കാവ വന്ന് കൈജുവിനെ ഒരു ഒറ്റയടി. അങ്ങനെ കാഫ്ക രക്ഷപ്പെട്ടു. എന്നിട്ട് കാഫ്ക ഇച്ചിക്കാവയോട് ചോദിക്കും, ഇച്ചിക്കാവ, എടാ മണ്ട, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? അത് കേട്ട് ഇച്ചിക്കാവ പറയും, ഞാൻ സഹായത്തിന് വേണ്ടി ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. എടാ മണ്ട, ഞാൻ നിന്നോട് അതല്ല പറഞ്ഞേ, നിന്നോട് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകാനാണ് ഞാൻ പറഞ്ഞത്. അത് കേട്ട് ഇച്ചിക്കാവ് പറയും, ഇന്ന് ഞാൻ നിങ്ങളെ ഇവിടെ മരിക്കാൻ വേണ്ടി ഇട്ടിട്ട് പോയിരുന്നെങ്കിൽ പിന്നെ ഞാൻ ഒരിക്കലും ഡിഫൻസ് ഫോഴ്സിൽ ചേരില്ല. ഇതിപ്പോ കാഫ്ക കേൾക്കുമ്പോ അവൻ ഡിഫൻസ് ഫോഴ്സിൽ നിന്ന് റിജക്റ്റ് ആയ കാര്യം അവൻ ഓർമ്മ വരും. എന്തുകൊണ്ടാ ഇതിങ്ങനെ നടക്കുന്നത്? എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ശക്തി ഇല്ലാതായത്? എന്നെ കൊണ്ട് ഒന്നിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്റെ ഗെയിമിംഗ് കൺസോൾ, എന്റെ കൂട്ടുകാരിയുടെ പൂച്ച, ഇപ്പൊ ഇതാ ഈ പുതിയതായിട്ട് വന്ന പയ്യനും എന്നിങ്ങനെ കാഫ്ക വളരെ നിസ്സഹായ അവസ്ഥയിൽ പറയുന്നു. ഇപ്പോ കൈജു ആണെങ്കിൽ ഇച്ചിക്കാവെ അറ്റാക്ക് ചെയ്യാൻ അടുത്തെത്തിയതും പെട്ടെന്ന് ഒരു വെള്ള പുലി വന്ന് ആ കൈജുവിനെ നിമിഷ നേരം കൊണ്ട് കടിച്ചു കൊല്ലും. ഇപ്പൊ ഇവരെ വന്ന് സഹായിച്ചത് മറ്റാരുമല്ല, 3rd ഡിവിഷൻ ആണ്, ക്യാപ്റ്റൻ മീന ആശിരയുടെ ഡിവിഷൻ. ഇപ്പൊ മീന റിപ്പോർട്ട് ചെയ്യും, കൈജുവിനെ ഞങ്ങൾ കൊന്നു, ഇവിടെ കുറച്ചു പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇഗരാശി, ടക്കരാഗി, അവരെ പോയി സഹായിക്കേ. ബാക്കിയുള്ളവരെല്ലാവരും എന്റെ കൂടെ വാ, ഈ ഏരിയയില് വേറെ ഏതെങ്കിലും കൈജു ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് മീന കാഫ്കയെ കണ്ടിട്ടും കാണാത്തതുപോലെ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിലുള്ള കാഫ്കയാണ്. മീന എന്നെ അതിശയിപ്പിച്ചു. അവൾ ആ പേടിപ്പിക്കുന്ന ജീവിയെ നിമിഷങ്ങൾ കൊണ്ട് കൊന്നുകളഞ്ഞു. പക്ഷെ അവൾ എന്നെ കണ്ടിട്ടും കാണാത്തതുപോലെ പോയി എന്നിങ്ങനെ ആലോചിച്ച് കിടക്കുന്ന കാഫ്കയോട് പെട്ടെന്ന് ഇച്ചിക്കാവ് പറയും, ആ കൈജു വന്ന സമയത്ത് നിങ്ങൾ എന്നോട് അവിടെ നിന്ന് ഓടിപ്പോവാൻ വേണ്ടി പറഞ്ഞു. ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ മരിച്ചു പോയേനെ. നിങ്ങൾ ഒരു കൂളായിട്ടുള്ള മനുഷ്യനാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ഡിഫൻസ് ഫോഴ്സിൽ ചേരണം. എന്നിരുന്നാലും അത് നിങ്ങളുടെ തീരുമാനമാണ്, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് ഇച്ചിക്കാവ് പറയുമ്പോ കാഫ്കയ്ക്ക് അവനും മീനയും പണ്ട് പറഞ്ഞ കാര്യം ഓർമ്മ വരും. എന്നിട്ട് കാഫ്ക, എനിക്ക് എന്നേക്കുമായി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കാൻ കഴിയില്ല എന്നിങ്ങനെ മനസ്സിൽ പറയുന്ന കാഫ്ക ഇച്ചിക്കാവയോട് പറയും, ഇച്ചിക്കാവ നന്ദി, നീയും നല്ലൊരു പയ്യനാണ്. അതുപോലെ നമ്മുടെ ലക്ഷ്യം വിട്ടുകൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ അതൊരിക്കലും നമ്മളോട് പറയുന്ന കള്ളമായിട്ട് മാറരുത്. ഞാൻ തീർച്ചയായിട്ടും ഡിഫൻസ് ഫോഴ്സിൽ ജോയിൻ ചെയ്യും എന്ന് കാഫ്ക പറയുമ്പോ അവന്റെ തൊട്ട് മുൻപിൽ ഒരു ചെറിയ കൈജു പറന്നു നിൽക്കുന്നു. ആ കൈജു അവനെ നോക്കി പറയും, ഞാൻ നിന്നെ കണ്ടുപിടിച്ചു. പെട്ടെന്ന് കാഫ്ക എണീറ്റ് കൈജു എന്ന് പറയാൻ വാ തുറക്കുമ്പോഴേക്കും ആ കൈജു അവന്റെ വായയിലൂടെ അവന്റെ അകത്തേക്ക് കയറി. പെട്ടെന്ന് കാഫ്ക കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി, എന്തോ വേദനയുള്ളതുപോലെ. കാഫ്കയുടെ സൗണ്ട് കേട്ട് പെട്ടെന്ന് ഇച്ചിക്കാവ അവരുടെ ഇടയിലുള്ള ആ കർട്ടൻ മാറ്റി. അപ്പോ ഇച്ചിക്കാവ കാണുന്നത് കാഫ്കയ്ക്ക് പകരം അവിടെ ഒരു കൈജു ഇരിക്കുന്നു. അതുപോലെ കാഫ്കയും അവിടെയുള്ള ഗ്ലാസിൽ അവന്റെ രൂപം കണ്ടു. പെട്ടെന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അല്ലറി വിളിക്കും. അപ്പൊ കാഫ്ക അവനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, ഇച്ചിക്കാവ ഇത് ഞാനാണ്, ഇത് ഞാനാണ്. ഇതേ സമയത്ത് അവരുടെ റൂമിന്റെ അടുത്ത് ഒരു വയസ്സായ ആള് വന്ന് നിൽക്കുന്നു. അയാൾ നോക്കുമ്പോൾ കാണുന്നത് എന്താ, ഒരു മനുഷ്യനും ഒരു കൈജുവും. അയാൾ പെട്ടെന്ന് തന്നെ ഡിഫൻസ് ഫോഴ്സിനെ വിളിച്ച് വിവരം അറിയിക്കും. ഉടനെ ഇച്ചിക്കാവ കാഫ്കയോട് പറയും, അയാൾ നമ്മളെ റിപ്പോർട്ട് ചെയ്തു, അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോണം. അടുത്ത സീനിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. മീനയുടെ അടുത്ത് വന്ന് കാഫ്ക പറയും, ഇനി നീ ഒരു കൈജുവിനെ കണ്ടാൽ നീ ആദ്യം അതിന്റെ കാല് ടാർഗറ്റ് ചെയ്യണം, എന്നിട്ട് അറ്റാക്ക് ചെയ്യണം. അങ്ങനെ ചെയ്ത
അതിന് അനങ്ങാൻ കഴിയില്ല. അത് കേട്ട് മീന പറയും, പക്ഷേ എനിക്ക് പേടിയാവുന്നുണ്ട്. നീ എന്തിനാ പേടിക്കുന്നേ എന്ന് കാഫ്ക ചോദിക്കുമ്പോ മീന പറയും, എന്നെക്കാളും വലുപ്പമുള്ള കൈജുവിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത് ആലോചിക്കുമ്പോ എനിക്ക് പേടിയാവുന്നുണ്ട്. അത് കേട്ട് കാഫ്ക മീനയോട് പറയും, നീ പേടിക്കണ്ട, നിനക്ക് എപ്പോഴൊക്കെ പേടിയാവുന്നോ അപ്പോഴൊക്കെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ഇപ്പൊ പ്രസന്റില് ഈ കാര്യമൊക്കെ ആലോചിക്കുന്ന മീന കാഫ്ക ഒരു നുണയനാണെന്ന് പറയും. ഈ ഒരു സമയത്ത് മീനയ്ക്ക് ഒരു കോൾ വരും. ആ കോൾ എടുക്കുന്ന മീന, എന്ത്, യോക്കോഹാമ സൗത്ത് ജനറൽ ഹോസ്പിറ്റലില് ഒരു കൈജു വന്നുവെന്നോ? ശരി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ തന്നെ ഞാൻ എന്റെ ടീമുമായിട്ട് വന്ന് അതിനെ കൊന്നുകളയാം എന്ന് മീന ആശിരോ പറയുന്ന ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ എത്ര കൈജുവിനെ കണ്ടു? അത് എത്ര കൈജു ആണെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. കറക്റ്റ് ആൻസർ പറയുന്നവരിൽ നിന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നും 6 പേരെ തെരഞ്ഞെടുത്ത് അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ അനിമോ.